ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ പത്തിലത്തോരനാണ്. അതിനുവേണ്ടി ഇലകൾ എടുത്താലോ. മത്തയുടെ ഇല, ചേനയുടെ ഇല, നല്ല മഴയുണ്ടായിരുന്നു, ഇലയൊക്കെ നനഞ്ഞിരിക്കുവാണ്. കോവലിൻ്റെ ഇല, നിറയെ പൂക്കളുണ്ട് അതിലെ. ഇതിൻ്റെ നല്ല ഇല നോക്കിയെടുക്കാം. പയറിൻ്റെ ഇല, അതും അതിൻ്റെ കൂമ്പ് ഭാഗമില്ല, അതെടുക്കാവേ. അവിടെ തന്നെ ചൊറിയണം നിപ്പുണ്ടായിരുന്നു, അതും എടുക്കാം. കുമ്പളത്തിൻ്റെ ഇല എടുത്താലും മതി, നമ്മളിവിടെ തണ്ടോടുകൂടി എടുക്കുക. അതിൽ ചെറിയ ചെറിയ ഇലകളും ഉണ്ട്. തഴുതാമ, അത് ഒരുപാട് പടർന്ന് നിൽപ്പുണ്ട്. തഴുതാമയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുള്ളവർ വെറുതെ കളയരുത്, തോരൻ വെച്ച് കഴിക്കണം. വേലിച്ചീര അല്ലെങ്കിൽ ഒടിച്ചൂത്ത് ചീര കണ്ടോ. ഇത് സാമ്പാർ ചീര, ഇതും തോരൻ വെച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഇനിയുള്ളത് ചേമ്പിൻ്റെ ഇല. ചേമ്പിൻ്റെ ഇല എടുക്കാൻ വാവയും കൂടെ വന്നിട്ടുണ്ട്. ഇത് കണ്ണൻ ചേമ്പല്ല, ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതാണ്. ഒരുപാട് പടർന്നു പിടിക്കും. 10 ഇലകൾ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകാം. ഇലകളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പയറിൻ്റെ ഇല, ചേനയുടെ ഇല, കുമ്പളത്തിൻ്റെ ഇലയും തണ്ടും, മത്തയുടെ ഇല, കോവലിൻ്റെ ഇല, ചൊറിയെണ്ണം, സാമ്പാർ ചീര, വേലിച്ചീര, തഴുതാമ, പിന്നെ ചേമ്പിൻ്റെ ഇല. ഇങ്ങനെ നമ്മൾ 10 ഇലകളും ഇവിടെ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ നാട്ടിലും കിട്ടുന്നത് ഓരോ ഇലയായിരിക്കും. കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 10 ഇല വെച്ച് ഒരു തോരൻ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ തകരയുടെ ഇലയില്ല. തകരയുടെ ഇലയൊക്കെ ചില നാടുകളിൽ ഒരുപാട് കിട്ടുമായിരിക്കും. അപ്പോൾ ഉള്ള ഇല വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കണേ. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അമ്മ അതിനായിട്ട് അരിയുവാണേ. കുറച്ചെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടി അരിയട്ടെ. ഇലകളെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1.5 മുറി തേങ്ങ, 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല, ഇലക്കറികളല്ലേ. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തവിയുടെ കണ വെച്ച് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അല്പസമയം.
ഇങ്ങനെ ഒരു തോരൻ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.